ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. മകരക്കൂറിൽ ജനിച്ചവർക്ക് 2026 ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 17-ാം തീയതി രാവിലെ 7:59 വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ 2-ാം തീയതി രാത്രി 10:51 വരെ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുൻ രാശിയിലും സ്ഥിതി ചെയ്യും. ബുധൻ 5-ാം തീയതി രാത്രി 7:54 വരെ മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യും. ശുക്രൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യും. ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. 2026 ഓഗസ്റ്റ് മാസം മകരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ചില ഗ്രഹങ്ങൾ പൂർണ്ണമായും അനുഗ്രഹ ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാണ് നൽകുന്നത്. ഇത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം. 2-ാം തീയതി രാത്രി 10:51 മുതൽ ചൊവ്വ ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം അനുകൂലമാണ്. സ്വർണം, ധനം ഇതൊക്കെ കൂടുതലായി സമ്പാദിക്കുവാൻ ഈ കൂറുകാർക്ക് ചൊവ്വയുടെ 6-ാം ഭാവത്തിലെ സ്ഥിതി സഹായിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ കൂടുതൽ ധനം സമ്പാദ്യമാക്കി മാറ്റുവാനും ഇവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സാധിക്കും. 5-ാം തീയതി രാത്രി 7:54 വരെ ബുധൻ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലവും അനുകൂലമാണ്. സകല കാര്യത്തിലും വിജയം, ധാരാളം സൗഭാഗ്യ സിദ്ധി ഇതൊക്കെയാണ് 6-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം. എല്ലാ കാര്യത്തിലും വിജയം നേടുവാൻ ഓഗസ്റ്റ് മാസത്തിൽ ഈ കൂറുകാർക്ക് സാധിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുവാനും അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. വളരെ കാലമായി ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. അതുപോലെ ധാരാളം സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ധനധാന്യ സമൃദ്ധി, പുതിയ വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരം, പുതിയ വീട് വാങ്ങുവാനുള്ള അവസരം, വാഹനം വാങ്ങുവാനുള്ള അവസരം ഇതൊക്കെ ഈ ഭാഗ്യാനുഭവങ്ങളിൽ ഉൾപ്പെടുന്നു. സന്താന സൗഭാഗ്യവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യാഴം ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 7-ാം ഭാവത്തിലാണ്. ബുദ്ധിക്കും വാക്കിനും വലിയ നിപുണത 7-ാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് നൽകും. ബുദ്ധിപരമായ വലിയ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരം വന്നു ചേരും. അതുപോലെ വാക് സാമർഥ്യം മൂലം ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയും. വാക് നിപുണത മൂലം കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും. ഇത് സാമ്പത്തികമായ പുരോഗതിക്ക് കാരണമാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വലിയ മികവ് പുലർത്തുവാനും അതിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. അതുപോലെ സ്ഥാനപ്രാപ്തിയും ഈ 7-ാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് നൽകും. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും ഒരുപടി ഉയർന്ന ഒരു നിലയിലേക്ക് ഉയരുവാനുള്ള അവസരം വന്നു ചേരും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അനുകൂലമായ പ്രമോഷനോ സ്ഥലമാറ്റമോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തോ മറ്റു പൊതുരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മ മേഖലയിൽ പുതിയ ഉയരങ്ങളിൽ എത്തുവാനുള്ള അനുകൂല സമയമാണ് ഓഗസ്റ്റ് മാസം. എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വലിയ ലാഭവും ഈ മാസത്തിൽ അനുഭവപ്പെടും. നഷ്ടത്തിൽ കലാശിച്ചിരുന്ന പ്രവർത്തന മേഖല കൂടുതൽ ലാഭത്തിലേക്ക് മാറുന്നതാണ്. ഇത് സാമ്പത്തികമായ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. പല മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായി ധനലാഭം വന്നു ചേരും. കുടിശ്ശിക ലഭിക്കാനുള്ള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ അത് ഈ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നതാണ്. ശനി ഇവർക്ക് 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ ശനിയും വളരെ അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി 3-ാം ഭാവത്തിലെ
ശനിയുടെ ചാരഫലമാണ്. അനാരോഗ്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം മാറി മെച്ചപ്പെട്ട ഒരു ആരോഗ്യനില കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ അഭീഷ്ട കാര്യങ്ങളുടെ സിദ്ധിയും 3-ാം ഭാവത്തിലെ ശനി നൽകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ അവസരം ലഭിക്കും. ജീവിത അഭിലാഷങ്ങളൊക്കെ തന്നെ നിറവേറ്റാനുള്ള അവസരമാണ് വന്നു ചേരുന്നത്. ഇഷ്ടപ്പെട്ട രീതിയിൽ വിവാഹം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തു വാങ്ങുന്നതിനോ ഒക്കെ അനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുവാനും അവിടെ വിജയിക്കുവാനും സാധിക്കും. അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് അവരുടെ താല്പര്യപ്രകാരമുള്ള ഉദ്യോഗങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ധനധാന്യങ്ങളുടെ സമൃദ്ധി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും ഒക്കെ വലിയ വരുമാനം പ്രതീക്ഷിക്കാം. കർമ്മമേഖല ഏതായാലും അവിടെയെല്ലാം വലിയ ലാഭമാണ് ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്. എന്നാൽ ചില ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ചില ദോഷങ്ങളും ഈ കൂറുകാർക്ക് നൽകുന്നുണ്ട്. സൂര്യൻ 7-ഉം 8-ഉം ഭാവത്തിലാണ് ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത്. 17-ാം തീയതി വരെ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മാർഗസഞ്ചാരം മൂലമുള്ള ക്ലേശങ്ങളും ഉദരരോഗങ്ങളും മറ്റ് ദീനതയും ഒക്കെ ഇവർക്ക് നൽകുന്നു. 17-ാം തീയതിക്ക് ശേഷം 8-ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ഇതര ലിംഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായേക്കാം. അതുപോലെ അധികാരി വർഗത്തിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഉത്തരവുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗഭയവും ഇവർക്ക് അനുഭവപ്പെട്ടേക്കാം. 2 ദിവസം ഉള്ളുവെങ്കിലും 2-ാം തീയതി വരെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് 5-ാം ഭാവത്തിലാണ്. അത് ശത്രുഭയവും രോഗഭയവും ഒക്കെ ജനിപ്പിക്കും. സന്താനങ്ങൾ മൂലമുള്ള ദുഃഖത്തിനും കാരണമായേക്കാം. 7-ാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിലെ ബുധൻ കലഹഭയം ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ളവരുമായും നാട്ടിലുള്ളവരുമായും ഒക്കെ കലഹത്തിൽ ഏർപ്പെടുവാനുള്ള വാസന ഈ കൂറുകാർക്ക് അനുഭവപ്പെട്ടേക്കാം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഇത് മുൻകൂട്ടി കണ്ട് നിയന്ത്രണം പാലിക്കേണ്ടതാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു സ്വജന വിരോധം, അതുപോലെ കുടുംബ കലഹം, ദൂരദേശ ഗമനം ഇതൊക്കെ വരുത്തിവെക്കും. പലവിധ വിഷമങ്ങൾ ജീവിതത്തിൽ 2-ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി മൂലം അനുഭവപ്പെട്ടേക്കാം. പലപ്പോഴും ജീവിതത്തിൽ അസത്യങ്ങൾ പറയേണ്ടതായി വരും. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മൂലം ശരീരത്ത് ഒടിവ്, ചതവ് തുടങ്ങിയ പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം പരിക്കുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മനോദുഃഖവും മാനഭംഗവും ഈ കൂറുകാർക്ക് 8-ാം ഭാവത്തിലെ കേതു മൂലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യൻ, രാഹു എന്നിവരുടെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ബുധന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദേവതകൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കേതുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഉള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ഗണപതിക്ക് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായകമാണ്. ഈ ദോഷപരിഹാരങ്ങളൊക്കെ നടത്തി തികഞ്ഞ പ്രാർത്ഥനയോടെ മുന്നേറുന്ന ഈ കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവിക്കാൻ ഇടയാകും. ഈ കൂറിൽപ്പെട്ട എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.